അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, 2 തലേണ മേടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ കേട്ടോ. വീട്ടിലത്തെ തലേണയുടെ അവസ്ഥ കണ്ടാൽ എൻ്റെ അമ്മോ വളരെ പരിതാപകരമാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വിരുന്ന് വന്ന് കഴിയുമ്പോഴാണ് ഈ തലേണൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ 2 തലേണ എന്തായാലും വാങ്ങിയേ പറ്റും എന്നുള്ള വാശിയിൽ പിടിച്ചു കൊടുന്നിരിക്കുകയാണ് ഞാൻ അസിനെ. അങ്ങനെ ദാ ബില്ലോ കവറുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ 2 തലേണ എടുത്തു, പിന്നെ ഒരു ചെറിയ തലേണ എടുത്തു കേട്ടോ. സ്റ്റാർട്ടിങ് 120 രൂപ കേട്ടോ തലേണയ്ക്ക്. ചെറിയ തലേണയ്ക്ക് 120, പിന്നെ വലിയ തലേണയ്ക്കൊക്കെ 290, 300 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 തലേണയും ഒരു ചെറിയ തലേണയും എടുത്തു. പിന്നെ ബില്ലോ കവർ അവിടെ തന്നെയുണ്ട്, പേരിന് 120 രൂപ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തലേണയും അതേപോലെ ബില്ലോ കവർ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. വൈകുന്നേരം രാത്രിയായപ്പോൾ അസ് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു ചോറ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് 2 മസാല ദോശ അങ്ങ് കഴിച്ചാലോ എന്ന് പറയലും, എന്നാൽ നീ വേഗം പോയി ഒരുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേൾക്കേണ്ട താമസം ഞങ്ങൾ വേഗം ഒരുങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോയത് എങ്ങോട്ടെന്നറിയാം, നമ്മുടെ പട്ടാമ്പിയിലുള്ള സായി ആനന്ദത്തിലാട്ടോ. നല്ല പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കിട്ടുക. നല്ല അടിപൊളി ഐറ്റംസുകളായിരിക്കും കേട്ടോ. നല്ല നെയ്യൊക്കെ കൂട്ടിയിട്ടുള്ള നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങളിതാ മസാല ദോശയ്ക്ക് നെയ് റോസ്റ്റിനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ചെറിയ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ചേച്ചി വിരുന്ന് പോയത് കൊണ്ട് തന്നെ ഇവൾ മാത്രമല്ലേ ഉള്ളൂ. എവിടേക്ക് പോവുകയാണെങ്കിലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നി കിട്ടിട്ടോ. അങ്ങനെ ഇതാ മസാല ദോശ വന്നു. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ മസാല ദോശ കഴിക്കുന്നത്. എപ്പോഴും നമ്മുടെ ബിരിയാണിയോ അല്ലെങ്കിൽ നമ്മുടെ മന്തിയൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്നിനും മസാല ദോശ കഴിക്കണ്ടേ. അങ്ങനെ ഇതാ മസാല ദോശയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. നല്ല കോഫിയും ഉണ്ടായിരുന്നു. നമ്മുടെ കടങ്ങളും നമ്മുടെ പ്രാരാബ്ദങ്ങളും ഒക്കെ തീർന്നിട്ട് നല്ല ഫുഡ് കഴിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, നല്ല യാത്ര ചെയ്യാനൊന്നും തീരുമാനിച്ചാൽ അതൊന്നും നടക്കുന്നതല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ആവാം. അപ്പോൾ അത്രയുള്ള ബൈ, സീ യു.